വിവാദങ്ങൾക്കിടെ NSS വാർഷിക പ്രതിനിധി സഭ അല്പസമയത്തിനകം ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിൽ നടക്കും. രാഷ്ട്രീയ നിലപാട് സംബന്ധിച്ച് ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ NS ആസ്ഥാനത്ത് നടക്കുന്ന ഈ പ്രതിനിധി സഭയിൽ വിവരങ്ങൾ നൽകും. അതിനിടെ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർക്കെതിരെ കോട്ടയത്തും ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട നിലപാട് വിശദീകരിക്കാൻ കോട്ടയത്ത് നിന്ന് UDF-ന്റെ കൺവെൻഷനുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനും UDF കൺവീനർ അടൂർ പ്രകാശും ഈ പരിപാടിയിൽ പങ്കെടുക്കും. ടോബി ജോൺസൺ പെരുന്നയിൽ നിന്ന് തത്സമയം ചേരുകയാണ്. പെരുന്നയിലെ കാലാവസ്ഥ എങ്ങനെയാണ്? SKN പെരുന്നയിലെ കാലാവസ്ഥ അത്ര ശുഭകരമല്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഇന്നത്തെ ഈ യോഗത്തിൽ പ്രതിനിധി സഭയാണ് ഇന്ന് നടക്കുന്നത്. NSSനെ സംബന്ധിച്ച് ഒരു ഗവേണിംഗ് ബോഡി എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. 300ഓളം അംഗങ്ങൾ ആ സഭയിലുണ്ട്. അവർ എല്ലാവർക്കും ഇന്ന് ഒത്തുചേരാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയതെന്ന് പറയുന്നത് ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് പ്രധാനമായും ഇതിൽ നടക്കുന്നത്. കഴിഞ്ഞ തവണത്തെ ബാലൻസ് ബജറ്റ് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് യോഗം വിളിച്ചിട്ടുള്ളത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ NSSന്റെ നിലപാട് മാറ്റമാണ്. നിലപാട് മാറ്റമെന്ന് സംസ്ഥാന സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് ജനറൽ സെക്രട്ടറി രംഗത്ത് വരുന്നു. അതും ശബരിമല വിഷയത്തിൽ നമുക്കറിയാവുന്നതുപോലെ വലിയ പ്രക്ഷോഭങ്ങൾ നടന്ന ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ പോലും സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട് അത് ശരിയാണെന്ന് NSS പറയുന്നു. ഒപ്പം തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിന് പൂർണ്ണ പിന്തുണ, അതൊരു വിജയമായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ LDF-ന് അനുകൂലമായിട്ടുള്ള സർക്കാരിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും വന്നതാണ് വലിയ ചർച്ചയിലേക്ക് പോയത്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് NSSന്റെ നിലപാടെന്ന് പറയുന്നത് സമദൂരമായിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. സുകുമാരൻ നായർ അതിനൊരു വിശദീകരണം നൽകുന്നുണ്ട്. ഈ പ്രധാനപ്പെട്ട നിലപാടുകളെല്ലാം നോക്കുകയാണെങ്കിൽ ഈ സമദൂരത്തിലും ശരിദൂരമുണ്ട് എന്ന് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ യോഗത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം അദ്ദേഹം നൽകുമോ എന്നാണ് അറിയേണ്ടത്. വിവിധ സ്ഥലങ്ങളിൽ നിന്നും പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പത്തനംതിട്ടയിൽ ഫ്ലെക്സ് കണ്ടു. അതിന് സമാനമായ രീതിയിൽ ഇപ്പോൾ ഇന്ന് ചേന്നാട് 652-ാം കരയോഗത്തിൽ ഒരു ഫ്ലെക്സ് ബോർഡ് ഉയർന്നിരിക്കുന്നു. NSS ജനറൽ സെക്രട്ടറി രാജിവെക്കണമെന്നാണ് ആ ഫ്ലെക്സിൽ പറഞ്ഞിരിക്കുന്നത്. അയ്യപ്പ വിശ്വാസികളെയും അതുപോലെ തന്നെ NSS അംഗങ്ങളെയും വഞ്ചിച്ച സുകുമാരൻ നായർ രാജിവെക്കണമെന്നൊരു ആവശ്യം അതിലുണ്ടായിട്ടുണ്ട്. കരയോഗത്തിന്റെ പേരിൽ തന്നെയാണ് ആ ഫ്ലെക്സ് ബോർഡ് ഉയർന്നിരിക്കുന്നത്. ഇന്നലെ എറണാകുളത്തൊരു പ്രതിഷേധം വന്നു. കോട്ടയത്ത് ചങ്ങനാശ്ശേരിയിൽ 4 പേർ രാജിവെച്ചു. ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ഈ നിലപാട് മാറ്റത്തിൽ. പക്ഷേ ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്നുള്ള ഒരു നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. സമുദായത്തിന് മൊത്തത്തിൽ തന്റെ നിലപാടിനോടൊപ്പമാണ് നിൽക്കുന്നതെന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. അതോടൊപ്പം തന്നെ പൊതുസമൂഹവും തന്റെ നിലപാടിനെ പിന്തുണയ്ക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മളോട് തന്നെ അദ്ദേഹം പറഞ്ഞു വെച്ചത്. എന്തായാലും ഈ യോഗത്തിൽ എന്തൊക്കെ നിലപാട് അദ്ദേഹം പറയുമെന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.